നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SQL കമ്പാരിസൺ കീവേഡ്സ് ആണ്. അപ്പം നമുക്കറിയാം നമ്മൾ 2 ക്വറീസ് 3 ക്വറീസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തും ഒരു ക്വറിയൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും കണ്ടീഷൻ മേക്ക് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് SQL ക്വറീൻ്റെ സെർച്ചിങ് കേപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്പാരിസൺ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പാരിസൺ കീവേഡ്സ് എന്ന് പറയുന്നത് ലൈക്ക്, ഇന്ന്, ബിറ്റ്വീൻ ആൻഡ്, ഈസ്, നള്ളാണ്. പിന്നെ ജോയിനിങ് ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പാരിസൺ കീവേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് SQL ലൈക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂം എടുത്ത് ക്ലാസ് റൂമിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞ ലെറ്റർ വരുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ സ്റ്റുഡൻസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾക്ക് ഒരു കറസ്പോണ്ടിങ് ഒരു കോളം വാല്യൂസിൽ നിന്ന് നമുക്കൊരു ലിസ്റ്റ് ഓഫ് റോസ് ഉണ്ടാകും. ആ റോസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് പാറ്റേൺ ഉപയോഗിച്ചിട്ട് ആ ഒരു കറസ്പോണ്ടിങ് ഇതിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്തെന്ന് ലൈക്ക് ഓപ്പറേറ്റർ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഓപ്പറേറ്ററിൽ നമ്മൾ 2 വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് സിമ്പിളും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അണ്ടർസ്കോർ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജും അണ്ടർസ്കോറും നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സ്റ്റുഡൻസിൻ്റെ നെയിം ബിഗിൻ വിത്ത് S എന്ന് പറയുന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ക്വറി എങ്ങനെ വരും, ഫസ്റ്റ് നമ്മൾ എന്താ ഡിസ്പ്ലേയിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേ എനിക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കണം, നെയിം ആയിരിക്കണം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നെയിമിനെ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ചിലപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നാണ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് നെയിമിലുള്ള S എന്ന് പറയുന്ന ബിഗിനിങ് ലെറ്റേഴ്സ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും ക്വറി, സെലക്ട്, നമുക്കറിയാം സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ഉണ്ടാകും, വേർ ഉണ്ടാകും. വേർ മീൻസ് ഓപ്ഷണൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ട് എന്താണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഓൾറെഡി ഉള്ള കോളംസുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ്. ഇനി ഫ്രം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് എവിടെ നിന്നാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എൻ്റെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളാണ് എനിക്ക് ഫ്രം, അവിടെ നിന്നാണ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഇനി വേർ കണ്ടീഷൻ ഞാൻ എന്ത് പറയണം, എൻ്റെ ഫസ്റ്റ് നെയിം സ്റ്റാർട്ടിങ് വിത്ത് S ആയിരിക്കണം. അപ്പോൾ എന്താ എനിക്കിവിടെ യൂസ് ചെയ്യേണ്ട കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലൈക്ക് കമാൻഡാണ്. എന്നിട്ട് ഞാൻ കോട്ടിൻ്റെ അകത്ത്, അതായത് ക്യാരക്ടർ ആയതുകൊണ്ടാണ് സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് S ആണ്, അത് കഴിഞ്ഞ് എൻഡിങ് വിത്ത് എന്ത് കൊടുത്ത്, പെർസെൻറ്റേജ് കൊടുത്തു. അപ്പോൾ എന്താ എൻ്റെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നെയിം S എന്ന് പറയുന്ന പേരുകൾ മാത്രം എന്ത് ചെയ്യും, അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന നെയിംസിൽ എനിക്ക് സെക്കൻഡ് ക്യാരക്ടർ A എന്ന് പറഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് നള്ളാണ് അല്ലേ. ഫസ്റ്റ് ക്യാരക്ടർ ഏത് വേണമെങ്കിലും എനിക്കാകാം, അതിപ്പോൾ S ആകാം, F ആകാം, N ആകാം, ഏത് വേണമെങ്കിലും എനിക്കാകാം. പക്ഷേ എൻ്റെ സെക്കൻഡ് ക്യാരക്ടർ കമ്പൽസറി എന്തായിരിക്കണം, A ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് നെയിം എനിക്ക് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊടുത്താൽ മതി, കോട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ പറയാത്തത് കൊണ്ട് അത് അണ്ടർസ്കോർ ഇടുക, സെക്കൻഡ് ക്യാരക്ടർ എന്ത് കൊടുക്കുക, A കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എനിക്ക് തേർഡ് ക്യാരക്ടറാണ് A കൊടുക്കണമെങ്കിൽ എന്ത് വരണം, 2 പ്രാവശ്യം അണ്ടർസ്കോർ, കാരണം ഫസ്റ്റ് ക്യാരക്ടർ എനിക്കിഷ്ടമുള്ളത് ഇടാം, അപ്പോൾ അണ്ടർസ്കോർ സെക്കൻഡ് ക്യാരക്ടറും എനിക്കിഷ്ടമുള്ളത് ഇടാം, തേർഡ് ക്യാരക്ടറാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, A പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈക്ക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റർ. അപ്പോൾ ബിറ്റ്വീനും ആൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനാണ് നമ്മൾ ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 to 15 ഇയേഴ്സിലുള്ളതാണ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ക്വറി എങ്ങനെ വരും, സെലക്ട്, എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിമും കൊടുത്തു, അതിൻ്റെ ഏജും കൊടുത്തു, ഇതാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് കഴിഞ്ഞാൽ ഫ്രം ആയിരിക്കും, ഫ്രം എന്ന് പറയുന്നത് ടേബിളിൻ്റെ പേരാണ്. പിന്നെ കണ്ടീഷൻ പറഞ്ഞു, കണ്ടീഷൻ എന്താ പറഞ്ഞേക്കണം, ഏജ് ആണ് എനിക്ക് എന്ത് പറഞ്ഞേക്കണത്, ബിറ്റ്വീൻ 10 ആൻഡ് 15. അപ്പോൾ എന്താ 10നും 15നും ഇടയിലുള്ള ഏജിലുള്ള ആൾക്കാരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ ആണ് എൻ്റെ ഇൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓപ്പറേറ്റർ നമ്മൾ പെർഫോം ചെയ്യുന്നത് നമുക്ക് കമ്പയർ ചെയ്യാനാണ്. അതായത് ഒരു കോളത്തിൽ മോർ ദാൻ 1 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ ഓർ കണ്ടീഷന് സിമിലർ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്കിപ്പം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ട് മാത്സും ഉണ്ടാകും സയൻസും ഉണ്ടാകാം. അപ്പോൾ ഒരു ടേബിളിൻ്റെ അകത്ത് എനിക്ക് മാത്സും ഉണ്ടാകാം സയൻസ് ആയിരിക്കാം നമുക്ക് അവിടെ ആ കോറസ്പോണ്ടിങ് കോളത്തിൽ അകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു കണ്ടീഷൻ കൊടുത്തു, എൻ്റെ സബ്ജക്റ്റാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, മാത്സോ സയൻസ് വരുന്ന എനിക്ക് ആ കറസ്പോണ്ടിങ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിലുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും. അപ്പോൾ മാത്സ് ഇപ്പോൾ അഞ്ജലിക്ക് മാത്സ് ഉണ്ടെങ്കിൽ എന്താ, ചിലപ്പോൾ അഞ്ജലിക്ക് ചിലപ്പോൾ സയൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താ, മാത്സ് അല്ലെങ്കിൽ സയൻസ് എനിക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, ഔട്ട്പുട്ട് ഫോം ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, എന്ന് പറയുന്ന കമ്പാരിസൺ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇൻ കമ്പാരിസൺ കീവേഡ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ജോയിനിങ് ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ കേസിലായിരിക്കും കൂടുതലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നെസ്റ്റഡ് ക്വറീസിൻ്റെയൊക്കെ കേസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻ കമ്പാരിസൺ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈസ് നൾ ഓപ്പറേറ്റർ. ഈസ് നൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു കോളം വാല്യൂ എന്ന് പറയുന്നതിൽ എപ്പോഴും നൾ വാല്യൂ ആയിരിക്കും. അത് ഡസ് നോട്ട് എക്സിസ്റ്റിംഗ് കണ്ടീഷനാണ് നമ്മുടെ ഈസ് നൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഗെയിമിൽ ഈസ് നൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും പറയണത്, വു ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ, ഒരു ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽക്കാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യണത്, പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് മെയിൻ SQL കമ്പാരിസൺ കീവേഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഉണ്ട്, ഇൻ ഉണ്ട്, ബിറ്റ്വീൻ ആൻഡ് ഉണ്ട്, ഈസ് നൾ ഉണ്ട്.